കാസർഗോഡ് ഭാഗത്തുള്ള നെല്ലിക്കുന്നുപ്പാപ്പാന്റെ വിഷയത്തിൽ എന്തോ ഒരു സംശയമെൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ. കാസർഗോഡ് ഭാഗത്ത് വലിയ ഇടപെടല, വല്ലാത്തൊരു സംഭവമാണ്. ഈ കാസർഗോഡ് നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഇങ്ങനെ ഒരാളുണ്ട്. ഇയാളെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും കറക്റ്റ് അറിയില്ല. അവരെ പല അവസ്ഥകളും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മശായിഖന്മാരെ നമ്മളെന്തോന്ന് മനസ്സിലാക്കിയ അതൊരു ശരീഅത്ത്, അതിൻ്റെ അപ്പുറം കണ്ടൊക്കെ ശറഈ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലായിടത്തും ഉണ്ടാവാറ്. ഇപ്പോൾ മടവൂർ ഷെയ്ഖുനാൻ്റെ അടുത്ത് ഈ കോഴിക്കോട് തന്നെ മൂപ്പൻ്റെ വീട്ടിൽ ഷെയ്ഖുനുള്ള സമയത്ത് അതിൻ്റെ പരിസരത്ത് ദർശനത്തുന്ന ഒരു കണിയാപുരം അബ്ദുൽ മജീദ് മുസ്ലിയാരുണ്ടായി. മൂപ്പര് ഇതേമാതിരി വല്ലാത്തൊരു ശരീഅത്തിൻ്റെ കട്ടിയായിട്ടൊക്കെ പോണ ആളാണ്. അവനാൻ പഠിച്ചൊരു ശരീഅത്ത്. അപ്പോഴാണ് എല്ലാവരും മടവൂർ മൂപ്പൻ്റെ അടവൂണ്. അപ്പം അവരെക്കുറിച്ച് ഈ മജീദ് മുസ്ലിയെ കേൾക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു മഹാനുണ്ട് മടവൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ ജുമാക്ക് പങ്കെടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഈ മജീദ് മുസ്ലിയാർ എന്താപ്പത് ഇത് ചോദിക്കാൻ പോവാണ് ഇയാൾ. ഈ മജീദ് മുസ്ലിയാർ നേരിട്ട് അവരുടെ ഈ എ.പിക്കാരെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു ആറ്റുംപുറം അലിവാക്കവിയോ, അയാളെ ശരീക്കാണ് ഈ മജീദ് മുസ്ലിയാർ. ഈ അലിവാക്കവി തന്നെ ഈ കാര്യം പരസ്യമായി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മജീദ് മുസ്ലിയാർ ഷെയ്ഖുനാൻ ചോദ്യം ചെയ്യാൻ പോവാണ്. അവിടെ ചെന്നപ്പം നീണ്ട വരിയൊക്കെ കണ്ടപ്പം മജീദ് മുസ്ലിയാർ ആരോടും പറഞ്ഞിട്ടില്ല ആണ് പോണത്. ഞാൻ മൂപ്പരാരാ മജീദാണെന്നോ കണിയാപൂരാണെന്നോ. മൂപ്പര് പോണതാണെങ്കിൽ രോഗം ഷിഫാക്കാനൊന്നുമല്ല, അങ്ങോട്ടെന്തൊരു ഷിഫ കൊടുക്കാനാണ്. അവിടെ ചെന്നപ്പോൾ അത് നീണ്ട ക്യൂവാ. ആ മൂപ്പർക്ക് തോന്നി ഈ വരി ഇപ്പം നിന്ന് ഷെയ്ഖിനെ കാണാൻ നിന്നാൽ അപ്പോൾ ഇതിന് മഹലിൽ നിസ്കാര ജമാഅത്തിന് നേരമാവും. ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നീണ്ട വരി. അന്ന് ആ വരിയിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റി നല്ല മനസ്സോടെ നിന്ന ആൾക്കാർക്ക് വലിയൊരു ഭാഗ്യം. എത്ര വലിയൊരു കാലായിരുന്നു അത്. അപ്പോൾ ഏതായാലും അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഷെയ്ഖിനെ മൂപ്പൻ്റെ വീട്ടിലെ മുകളിലായിരുന്നല്ലോ. കണിയാപുരം അബ്ദുൽ മജീദ് മുസ്ലിയാർ ഉസ്താദ് വിളിക്കുന്നുണ്ട്. വിളിച്ചു അനൗൺസ്മെൻറ്റ് വരികയാണ്. ഈ മജീദ് മുസ്ലിയാരകത്ത് അരിച്ചു ചെയ്യുന്ന കാരണം ഇയാൾ അബ്ദുൽ മജീദാണ്. കണിയാപുരത്ത് നിന്ന് അവിടെ വേറെ ആർക്കും അറിയില്ല, ആദ്യമായിട്ട് വരിക. ഇയാളിങ്ങനെ പരിങ്ങുന്നു. പിന്നെയും വിളിച്ചു പറഞ്ഞു കണിയാപുരം അബ്ദുൽ മജീദ് മുസ്ലിയാർ ഓർ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വരി നിൽക്കേണ്ട ആവശ്യമില്ല, നേരെ വിളി വന്നതല്ലേ. ഇയാൾ ചെന്ന് കോണിപ്പടിക്കാൻ ഒരു റൂം കയറിയപ്പം ഒരാളവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആൾ പറയാം ഷെയ്ഖുനാൻ്റെ അങ്ങനെയുള്ള അവസ്ഥ. ഒരാൾ കുർസിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അവസ്ഥയുണ്ട്. രാജകീയ കിടത്തായിരുന്നു ഷെയ്ഖുനാക്ക് ഇവർ പറയും അപ്പം ജദ്ബാണ് എന്ന്. കറക്റ്റ് കുളിക്കണ്, ഏത് കമ്പനീൻ്റെ പൗഡർ ഇടണം, ഏത് സോപ്പ് ഉപയോഗിക്കണം, ആരിത് കൊണ്ടുവരണം, വന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരെ വേറെ കുട്ടികളെ വിവരം എന്താണ്, ഇതൊക്കെ കറക്റ്റ് ചോദിക്കുന്നുണ്ട് തറ സഹബോടെ. അപ്പം നമ്മളാ മനസ്സിലാക്കണ ഒരു വേറൊരു ഇതും അവിടെ നടക്കൂല. അല്ല അക്കാലത്ത് തന്നെ ഇപ്പോൾ ഈ പറയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ എല്ലാവരും പോകുന്നുണ്ട്, പ്രസംഗിക്കാൻ സമ്മതം ചോദിക്കണം, നടത്താൻ സമ്മതം. അപ്പോഴൊന്നും ഒരു ജദ്ബില്ല. ഇവർ മസലയെ കുടുങ്ങുമ്പോൾ ജദ്ബാക്ക്. അപ്പം ഇയാളെന്ത് ചെയ്തോ ഈ മജീദ് മുസ്ലിയാരാണ് ചെന്നത്. ഇയാൾക്ക് നിസ്കാരമുള്ള പ്രശ്നം. ഇയാളോട് ചോദിച്ചു ഷെയ്ഖ് സക്കരിയൽ അൻസാരിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ. ഇയാൾ ഞെട്ടിപ്പോയി. കാരണം സക്കരിയൽ അൻസാരി പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇയാൾ എന്താ പറയുക, നമ്മളിപ്പോൾ മൂല്യമാരെ ഓതുമ്പം ഷെയ്ഖ് സക്കരിയൽ അൻസാരി എവിടെയും കാണുമല്ലോ. അപ്പോൾ തീരെ അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കിതാബിലൊക്കെ അവിടെയും ഇവിടെയും കണ്ടിട്ടുണ്ട് എന്ന് ഇത്ര പറഞ്ഞു. പോയി കിതാബ് ഓതി പഠിക്കുക, നിങ്ങൾ പഠിച്ചത് ശരിയായിട്ടില്ല, ഷെയ്ഖുനാൻ്റെ കൽപ്പന. നല്ലൊരു ദർസിൽ പോയി പഠിക്കുക. ഇയാളവിടെ മുദരിസ, ഇയാളിപ്പോഴത്തെ ഭാഷയിൽ അനന്തരക്കാരനായാണ് തെബിലീഗ് നടത്തുകയാണ്. ഇയാളോട് പോയി നല്ല ദർസ് പോയി പഠിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് സക്കരിയൽ അൻസാരിൻ്റെ ഈ വിഷയത്തിലുള്ള ഉപദേശമുണ്ട്. ഷാറാനിമാമക്ക് അല്ല ജീവത്തിൽ മറുതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇയാക്കും അന്തുംകിറുവല്ല ഔലിയാക്കൾ അവർ നമ്മളെ ലാഹിറിൽ നമ്മളെ കൂടെ നിസ്കാരമോ മറ്റോ കാണാത്തത് കണ്ടിട്ട് അവർ എതിർക്കാൻ പോകണ്ടെന്ന് ആര് പറയുന്നത്, ഷെയ്ഖ് സക്കരിയൽ അൻസാരി പറയുന്നുണ്ട്. അവരുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അങ്ങനെ അവരുടെ മഹാന്മാരെ നിസ്കാരത്തെക്കുറിച്ച് നല്ലൊരു തഫ്സീലിയായ വിശദീകരണം ഉണ്ടായിരിക്കും സക്കരിയൽ അൻസാരിക്ക്. അതാണ് ഷെയ്ഖുനെ ഇയാളെ പഠിപ്പിക്കുന്നത്. ഈ മജീദ് മുസ്ലിയാർ ഏതായാലും എന്ത് ചെയ്തു അറിയോ, ഇയാളത് കേട്ട് നേരെ വന്ന് ഇയാൾ മഹല്ല് കമ്മിറ്റിക്ക് എഴുത്തെടുത്ത് രാജി. ഇയാളെ വാക്ക് സ്വീകരിച്ച് ഇയാൾ എന്നിട്ട് വേറെ ദർസ് പോയി പഠിക്കാൻ ചേർന്നു എന്നാ. രണ്ടാമത് മുദരീസായി ദർസ് പിരിച്ചിട്ട് രണ്ടാമത് മുത്താലിമാകാണ് ഷെയ്ഖുനെ പറഞ്ഞിട്ട്. അന്ന് മുത്താലിമാകുമ്പോഴാണ് ഈ ആറ്റുംപുറ അലിവാക്കവി ശരീക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ നെല്ലിക്കുന്ന് പാപ്പാൻ്റെ വിഷയത്തിൽ ഇങ്ങനെ നിസ്കാരം പറ്റ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ആ ഏരിയയിൽ ഭയങ്കര ബഹളങ്ങളായി എന്ന് മാത്രമല്ല ആ ഭാഗത്തുള്ള പണ്ഡിതന്മാരൊക്കെ മൂപ്പരിക്കെതിരായി. ഹിദുമത്തുൽ ഇസ്ലാം നെറ്റ ഒരു സംഘടന രൂപീകരിച്ചവർ ഇതിൻ്റെ എതിരിൽ. അങ്ങനെ അവരെന്ത് ചെയ്തോ, അന്നിപ്പോൾ അവരെ ഇറക്കിയൊരു കിതാബാണിത്, തഹദീറുൽ ഇഖ്വാൻ അൻ ഇഗ്വാ ഇശ്ശൈത്വാൻ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് ഫത്വ സമാഹാര. ഈ കാസർഗോഡ് ഭാഗത്തുനിന്ന് ഇവർ
ഫത്വ ചോദിക്കുകയാണ് കേരളത്തിൽ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, കുത്തുബി, കണ്ണിയത്ത്, സ്വതക്കത്തുള്ള മുസ്ലിയാർ, OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി 10-40ഓളം പ്രഗത്ഭരായ അന്നത്തെ പണ്ഡിതന്മാർക്കൊക്കെ ഒരു ഫത്വ. ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ ഇങ്ങനെയൊക്കെയാണ്, ഇയാൾ വലിയാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൻ്റെ പിന്നെ ഇതിൽ കാണാൻ കണ്ടില്ലേ, ഈയിടെ ഒരു കൊല്ലത്തിന് മുമ്പ് നെല്ലിക്കുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ മറ അടക്കം ചെയ്യപ്പെട്ട ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ ഹയാത്ത് കാലത്ത് കാണപ്പെട്ടിരുന്ന സ്ഥിതിഗതികളെ സംബന്ധിച്ചും മരണശേഷം ഖബറുകൾ നടന്നു കാണുന്ന അനീതിയായ കർമ്മങ്ങളെ സംബന്ധിച്ചും ഇന്ന് കേരളത്തിലുള്ള പണ്ഡിത ശിരോമണികളായ ഉലമാക്കളോട് ഞങ്ങൾ എഴുതി ചോദിച്ച ചോദ്യങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ ഫത്വകളുമാണ്. അപ്പോൾ ഈ എന്താ അവിടെ ഖബറുകളിലെ അനീതി പറഞ്ഞാൽ ഇയാൾ വലിയല്ല എന്ന്, അവിടെ നേർച്ച തുടങ്ങുകയാണ്, അപ്പോൾ നേർച്ച പാടില്ല എന്ന്. ഇതിപ്പോൾ കാസർഗോഡ് നെല്ലിക്കുന്ന് ഈ വിഷയത്തിൽ ഇതിലില്ലാത്തൊരാളാരോ ഷംസുലുലമയാണ്. അതങ്ങളെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഇതിൽ അന്ന് ഇതിൽ ഷംസുലുലമ നേരെ മറിച്ച് ഷംസുലുലമ അവിടെ ഉറൂസിന് പോയിന്ന ഇവരെല്ലാവരും ഇങ്ങനെ. അതുപോലെ തന്നെ ഇത് മുഷാവറയിൽ ചർച്ച വന്നു എന്നാണ്. മുഷാവറയിൽ ചർച്ച വന്ന് ഈ ഒപ്പിട്ട പല പണ്ഡിതന്മാരൊക്കെ അതിലുണ്ട് ഫത്വ കൊടുത്തവർ. അപ്പോൾ ഇതിന് വേറൊരു വിഷയമുണ്ട്, ഈ ഫത്വ കൊടുത്ത പണ്ഡിതന്മാരുണ്ടല്ലോ അവർ പലരും നിരപരാധികളാണ്. അവരോട് ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി അറിയും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി തങ്ങന്മാരുടെ വിഷയത്തിലുണ്ട് 100,000 ഫത്വ ഉണ്ട് അറിയും. ബാജൂരി ഫത്വ കൊടുത്തെന്ന് അറിയാം. ബാജൂരിക്ക് കോട്ടൂര് ഫത്വ കൊടുത്ത് അറിയാൻ ഇനിയും തിരക്കില്ല. ഇനി ഇവിടെ മലപ്പുറം ജില്ലയിലാണല്ലോ. ഈ ബാജൂരി ഇവിടെ കണ്ടിട്ടില്ല, മൂപ്പരോട് ഇവിടുന്നാണ്ട് എഴുതി ചോദിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട്. കളവ് എഴുതി ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ലേ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിലും കൂടി പെട്ടില്ല ആര്, ഷംസുലുലമ. അപ്പോൾ ഷംസുലുലമ നേരെ മറിച്ചാട് ഉറൂസിന് പോയിട്ട് പ്രസംഗിച്ചു. മുഷാവറയെ ചർച്ച വന്നപ്പം ഇത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവസ്ഥ? ഇപ്പം ഈ നെല്ലിക്കുന്ന് ഉറൂസിന് മത്സരമാണ്, അതാ രസം. എല്ലാവരും പോണ്, എതിർത്ത എല്ലാ ടീമും ഇന്നിപ്പോൾ നെല്ലിക്കുന്ന് എല്ലാവരും പോണ്. ആ നേരത്തെ ചോറ് എല്ലാവരും കഴിക്കണ്. ഈ കിതാബ് ഇന്നും പല കുത്തുബാനയിലുണ്ടാവണം ഈ ഫത്വകൾ. അപ്പം ഷംസുലുലമ അതിൽ വേറെ തന്നെ അവസ്ഥയാണ്. ഇതുപോലെ തന്നെ അന്ന് മുമ്പ് പറഞ്ഞതുപോലെ മടവൂർ ശിവനാരൊക്കെ വിഷയത്തിൽ. അപ്പോൾ ഷംസുലുലമക്ക് എന്താണ് അതിലുണ്ടായ ഒരു വിഷയം എന്ന് വെച്ചാൽ മുൻകാല പണ്ഡിതന്മാരെ പാത സ്വീകരിച്ചു എന്നുള്ള. അതായത് വാഹിരിയായിട്ട് ഇൽമിൻ്റെ മേലൊക്കെ പോകുമ്പോൾ തന്നെ കാലഘട്ടത്തിലെ മശായിഖന്മാരോട് പ്രത്യേക ബന്ധം സ്ഥാപിച്ചു. അതുണ്ടാകണം, അതുണ്ടായത് ക്ലിയർ ആവും. അതില്ലാത്ത കാലത്ത് പക്ഷേ ആർക്കും പിഴവുകളൊക്കെ ആർക്കും സംഭവിക്കാം. ഇപ്പോൾ നമ്മളെ ഇബ്നു അത്താഇല്ല സിക്കന്ദരി വലിയ മഹാനല്ലേ, ഒരുപാട് കാലം ഷാദുൽ ഇമാമിനെ എതിർത്തിടക്കാണ്, അബുൽ അബ്ബാസ് മർസിനെ എതിർത്തവരാണ്, അതിനെ കളിയാക്കി ഫത്വ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബന്ധം കിട്ടിയതിന് ശേഷം കറക്റ്റായി, പിന്നെ അതൊക്കെ തിരുത്തി. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം ഷാഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതനല്ലേ, ഷാദുൽ ഇമാമിനെ എതിർത്ത ആളായിരുന്നു, മടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഷംസുലുലമൻ്റെ വിഷയത്തിൽ തന്നെ ഏതെങ്കിലും മേഖലയിൽ വേറെ എന്തോ പറയുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ബന്ധങ്ങൾ സദൃഢമാകുന്നതിന് മുമ്പായിരിക്കും. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ചിത്രം വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധത്തിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നത്.